ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാക്കി ഓൾ ഇന്ത്യ ദളിത് റൈറ്റ്സ് മൂവ്മെന്റ് പ്രവർത്തകർ ദേവികുളം താലൂക്ക് ഓഫീസിലേക്ക് സംഘടനാ പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ ധർണയിൽ നേരിയ സംഘർഷമുണ്ടായി. 1950 മുമ്പ് കേരള സംസ്ഥാനം രൂപീകൃതമായിട്ടില്ല. എന്നാൽ 50 മുമ്പുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തൊഴിലാളികളുടെ മക്കൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകില്ലെന്ന സർക്കാർ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത പാർട്ടി സെക്രട്ടറി പി പളനിവേൽ പറഞ്ഞു. ആയിരക്കണക്കിന് തൊഴിലാളികളുടെ മക്കളാണ് ഉപരിപഠനത്തിനായി തമിഴ്നാട്ടിലും കേരളത്തിലുമായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നത്. ഇത്തരം വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം സാധ്യമാകണമെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. എന്നാൽ അപേക്ഷ നൽകി മാസങ്ങൾ പിന്നിടുമ്പോഴും സർട്ടിഫിക്കറ്റ് നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ല. 1950 മുമ്പ് കേരളത്തിൽ താമസിച്ച രേഖകൾ നൽകണമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. 1950 മുമ്പ് കേരള സംസ്ഥാനം രൂപീകൃതമായിട്ടില്ല. അങ്ങനെയിരിക്കെ ഇത്തരം സർട്ടിഫിക്കറ്റുകൾ ചോദിക്കുന്നത് ഒഴിവാക്കി ഉദ്യോഗാർത്ഥികൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകണമെന്നാവശ്യപ്പെട്ടാണ് CPIയുടെ നേതൃത്വത്തിലുള്ള ഓൾ ഇന്ത്യ ദളിത് മൂവ്മെന്റ് സംഘടനയുടെ നേതൃത്വത്തിൽ ദേവികുളം താലൂക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. സമരം CPI മൂന്നാർ യൂണിയൻ സെക്രട്ടറി പി പളനിവേൽ ഉദ്ഘാടനം ചെയ്തു. பாவப்பட்ட ஜனங்கள் பள்ளி குழந்தைகள் பொழிப்பதற்கு உயர்ந்த படிப்புக்கு போவதற்கு அல்லது வீடு வைப்பதற்கு கல்விக்கு போவதற்கு சர்டிபிகேட் கேட்டால் கொடுக்க முடியாது என்று சொன்னதற்கு கூட அப்ப விட்டு சொத்தல்ல. இது நாடு நமக்கு சொந்தமான நாடு, அவருக்கு சொந்தமான நாடு. ஆனால் மக்களை திசை திருப்பி ஆதிவாசி ஹரிஜன மக்களை துன்புறுத்த வேண்டும் என்று நினைத்தால் கடும் விளைவுகளை சந்திக்க வேண்டிய நிலை. ജനങ്ങളുടെ ആവശ്യം അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഇടത് വലത് വ്യത്യാസമില്ലാതെ സമരം നടത്തുമെന്ന് മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ പറഞ്ഞു. വിദ്യാഭ്യാസം നിലനിൽക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് ഈ ഓഫീസിലേക്ക് ഓരോ ദിവസവും നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ചോദിക്കുമ്പോൾ ഇന്നുവാ നാളെ വന്ന് പറയുന്നതല്ലാണ്ട് ഈ പ്രശ്നം പരിഹരിക്കുവാൻ ഇവിടുത്തെ തഹസിൽദാരോ സബ് കളക്ടറോ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരോ യാതൊരു നടപടി എടുക്കുന്നില്ല. ഇവിടെ ഒരു ശിങ്കിളികളെ പോലെ കുത്തിരുന്നുകൊണ്ട് ഭൂതത്തെ പോലെ ഇരിക്കുകയാണ്. ജോലിയില്ലാത്ത ഭൂതത്തെ പോലെയാണ് തഹസിൽദാരും ഉദ്യോഗസ്ഥന്മാരും ഇരുന്നുകൊണ്ടിരിക്കുന്നത്. അവര് പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് നാളെ പണി വരും, ഞങ്ങൾക്ക് പ്രശ്നം വരും. പ്രിയമുള്ള ഉദ്യോഗസ്ഥരെ, നിങ്ങൾ അങ്ങനെ പണി വരും പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങളുടെ PSC അല്ലെങ്കിൽ ജോലി രാജിവെച്ചുകൊണ്ട് വേറെ വല്ല പണിക്ക് പോകേണ്ടതാണ്. ധർണയിൽ നേതാക്കളായ ഗോവിന്ദസ്വാമി, SM കുമാർ, ആരോഗ്യദാസ്, വിജയകുമാർ, ശാന്തി മുരുകൻ, കവിതാകുമാർ, പ്രവീണ, സന്തോഷ്, കാർത്തിക്, കാമരാജ്, രാജ തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.